ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ പുതിയൊരു ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ആ ഭാഷയിലുള്ള കുറേ വാക്കുകളെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളൊരു കഥ കേട്ടുകൊണ്ടാണ് പുതിയ വാക്കുകൾ പഠിക്കുന്നതെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മളെ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനും സഹായിക്കും. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റോറി സീരീസിലെ എല്ലാ വീഡിയോസും ഒരുപാട് പേര് ഇഷ്ടമായെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. സ്റ്റോറി മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ലേൺ ടു അപ്രീഷിയേറ്റ്. അഭിനന്ദിക്കാൻ പഠിക്കുക. ലേൺ പഠിക്കുക. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക അല്ലെങ്കിൽ വിലമതിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ്. വൺസ് അപ്പോൺ എ ടൈം there was a man who was very helpful, kind-hearted and generous. പണ്ടൊരിക്കൽ വളരെ സഹായകാരിയും ദയയുള്ളവനും ഉദാരമനസ്കനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം. മിക്കവാറും എല്ലാ കഥകളും ഇങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. ഇതിൻ്റെ അർത്ഥം പണ്ടൊരിക്കൽ അല്ലെങ്കിൽ പണ്ടൊരു കാലത്ത്. there was a man. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു? ഹു വാസ് വെരി ഹെൽപ്ഫുൾ, കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ജനറസ്. ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ സഹായകമായ അല്ലെങ്കിൽ സഹായകാരിയായ. കൈൻഡ് ഹാർട്ടഡ് എന്ന് വെച്ചാൽ ദയാലുവായ. ജനറസ് എന്ന് പറഞ്ഞാൽ മഹാമനസ്കതയുള്ള അല്ലെങ്കിൽ ഉദാരമായ. വൺസ് അപ്പോൺ എ ടൈം there was a man who was very helpful, kind hearted and generous. പണ്ടൊരിക്കൽ വളരെ സഹായകാരിയും ദയയുള്ളവനും ഉദാരമനസ്കനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was a man who would lend a hand to someone without expecting anything in return. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹി വാസ് എ മാൻ ഹൂഡ് ലെൻഡ് എ ഹാൻഡ് ടു സമ്മൺ. ലെൻഡ് എ ഹാൻഡ് എന്ന് വെച്ചാൽ അതൊരു ഇഡിയമാണ് അല്ലെങ്കിൽ ഒരു പദപ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥം സഹായം നൽകുക എന്നാണ്. ഹി വാസ് എ മാൻ ഹൂഡ് ലെൻഡ് എ ഹാൻഡ് ടു സമ്മൺ. ആരെയും സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ. എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക. റിട്ടേൺ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, പകരം കൊടുക്കുക, പ്രത്യുപകാരം, ഇതൊക്കെയാണ് അർത്ഥം. വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. ബിക്കോസ് ഹി എൻജോയ്സ് ഹെൽപ്പിംഗ് പീപ്പിൾ. കാരണം അവൻ ആളുകളെ സഹായിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ബിക്കോസ് കാരണം. എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക. പീപ്പിൾ ആളുകൾ. ബിക്കോസ് ഹി എൻജോയ്സ് ഹെൽപ്പിംഗ് പീപ്പിൾ. കാരണം അവൻ ആളുകളെ സഹായിക്കുന്നത് എൻജോയ് ചെയ്യുന്നു. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ് ദിസ് മാൻ സോ എ പേഴ്സ്. So he picked it up and noticed that the purse was empty. ഒരു ദിവസം പൊടി നിറഞ്ഞ റോഡിലൂടെ നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു പേഴ്സ് കണ്ടു. അതെടുത്ത് നോക്കിയപ്പോൾ പേഴ്സ് കാലിയാണെന്ന് ശ്രദ്ധിച്ചു. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ്. വൺ ഡേ ഒരു ദിവസം. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. വാക്ക് നടക്കുക. വൈൽ വാക്കിംഗ് നടക്കുമ്പോൾ. ഏതിലൂടെയാണ് നടക്കുന്നത്? ത്രൂ എ ഡസ്റ്റി റോഡ്. ഡസ്റ്റി എന്ന് വെച്ചാൽ പൊടി നിറഞ്ഞ അല്ലെങ്കിൽ പൊടി പിടിച്ച എന്നൊക്കെയാണ് അർത്ഥം. ത്രൂ എ ഡസ്റ്റി റോഡ്. പൊടി പിടിച്ച റോഡിലൂടെ. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ്. ഒരു ദിവസം പൊടി പിടിച്ച റോഡിലൂടെ നടക്കുമ്പോൾ. ദിസ് മാൻ സോ എ പേഴ്സ്. ദിസ് മാൻ ഈ മനുഷ്യൻ. സീ എന്ന് പറഞ്ഞാൽ കാണുക. അതിൻ്റെ പാസ്റ്റാണ് സോ. കണ്ടു. എന്താ കണ്ടത്? എ പേഴ്സ്. ഒരു പേഴ്സ് കണ്ടു. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് നോട്ടീസ് ദാറ്റ് ദ പേഴ്സ് വാസ് എംപ്റ്റി. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ്. പിക്കപ്പ് എന്ന് വെച്ചാൽ നിലത്തുനിന്ന് എടുക്കുക. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ്. അങ്ങനെ അവൻ അതെടുത്തു. ആൻഡ് നോട്ടീസ് ദാറ്റ്. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പരിശോധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് നോട്ടീസ് ദാറ്റ്. അത് ശ്രദ്ധിച്ചു. ദ പേഴ്സ് വാസ് എംപ്റ്റി. പേഴ്സ് കാലിയായിരുന്നു. സോ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് നോട്ടീസ് ദാറ്റ് ദ പേഴ്സ് വാസ് എംപ്റ്റി. അദ്ദേഹം അത് എടുത്ത് നോക്കിയപ്പോൾ പേഴ്സ് കാലിയായത് ശ്രദ്ധിച്ചു. വൺ ഡേ വൈൽ വാക്കിംഗ് ത്രൂ എ ഡസ്റ്റി റോഡ് ദിസ് മാൻ സോ എ പേഴ്സ്. So he picked it up and noticed that the purse was empty. Suddenly, a woman and a police officer arrive and arrest him. പെട്ടെന്ന് ഒരു സ്ത്രീയും ഒരു പോലീസ് ഓഫീസറും വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. സഡൻലി പെട്ടെന്ന്. A woman and a police officer arrive and arrest him. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, വന്നെത്തുക, വന്നു ചേരുക, ഇതൊക്കെയാണ് അർത്ഥം. A woman and a police officer arrive and arrest him. ഒരു സ്ത്രീയും ഒരു പോലീസ് ഓഫീസറും വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പിടികൂടുന്നു. സഡൻലി a woman and a police officer arrive and arrest him. The woman kept on asking where he hid her money. But the man replied, it was empty when I found it, ma'am. തൻ്റെ പണം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ആ സ്ത്രീ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാനത് കണ്ടെത്തിയപ്പോൾ അതിലൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ അത് ശൂന്യമായിരുന്നു മാം. ദ വുമൻ കെപ്റ്റ് ഓൺ ആസ്കിങ്. ആസ്ക് ചോദിക്കുക.
കെപ്റ്റ് ഓൺ ആസ്കിംഗ് എന്ന് വെച്ചാൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ദ വുമൺ കെപ്റ്റ് ഓൺ ആസ്കിംഗ്. ആ സ്ത്രീ ചോദിച്ചുകൊണ്ടേയിരുന്നു. വേർ ഹി ഹിഡ് ഹെർ മണി. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഹിഡ്. വേർ ഹി ഹിഡ് ഹെർ മണി. അവൻ അവളുടെ പണം എവിടെ ഒളിപ്പിച്ചു? ബട്ട് ദ മാൻ റിപ്ലൈഡ്. റിപ്ലൈ മറുപടി പറയുക അല്ലെങ്കിൽ മറുപടി നൽകുക. ബട്ട് ദ മാൻ റിപ്ലൈഡ്. എന്നാൽ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. ഇറ്റ് വാസ് എംപ്റ്റി വെൻ ഐ ഫൗണ്ട് ഇറ്റ് മാം. ഇറ്റ് വാസ് എംപ്റ്റി. അത് ശൂന്യമായിരുന്നു അല്ലെങ്കിൽ കാലിയായിരുന്നു. വെൻ ഐ ഫൗണ്ട് ഇറ്റ്. ഫൈൻഡിൻ്റെ പാസ്റ്റാണ് ഫൗണ്ട്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, കണ്ടെടുക്കുക, കിട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. വെൻ ഐ ഫൗണ്ട് ഇറ്റ്. ഞാനത് കണ്ടെത്തിയപ്പോൾ. ദ വുമൺ കെപ്റ്റ് ഓൺ ആസ്കിംഗ് വേർ ഹി ഹിഡ് ഹെർ മണി. ബട്ട് ദ മാൻ റിപ്ലൈഡ് ഇറ്റ് വാസ് എംപ്റ്റി വെൻ ഐ ഫൗണ്ട് ഇറ്റ് മാം. ദ വുമൺ എൽഡ് അറ്റ് ഹിം. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്. ഇറ്റ്സ് ഫോർ മൈ സൺസ് സ്കൂൾ ഫീസ്. ദയവായി അത് തിരികെ തരൂ, അതെൻ്റെ മകൻ്റെ സ്കൂൾ ഫീസിനാണ്. ആ സ്ത്രീ അവനോട് ആക്രോശിച്ചു. ദ വുമൺ എൽഡ് അറ്റ് ഹിം. എൽ എന്ന് പറഞ്ഞാൽ അലറുക, ആക്രോശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ വുമൺ എൽഡ് അറ്റ് ഹിം. ആ സ്ത്രീ അവനോട് ആക്രോശിച്ചു. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്. ഗിവ് തരിക അല്ലെങ്കിൽ കൊടുക്കുക. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്. ദയവായി അത് തിരികെ തരൂ. ഇറ്റ്സ് ഫോർ മൈ സൺ സ്കൂൾ ഫീസ്. അതെൻ്റെ മകൻ്റെ സ്കൂൾ ഫീസിന് വേണ്ടിയുള്ളതാണ്. ദ വുമൺ എൽഡ് അറ്റ് ഹിം. പ്ലീസ് ഗിവ് ഇറ്റ് ബാക്ക്. ഇറ്റ്സ് ഫോർ മൈ സൺ സ്കൂൾ ഫീസ്. ദ മാൻ നോട്ടീസ് ദാറ്റ് ദ വുമൺ റിയലി ഫെൽ സാഡ്. സോ ഹി ഹാൻഡഡ് ഓൾ ഹിസ് മണി. സ്ത്രീക്ക് ശരിക്കും സങ്കടം തോന്നിയത് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. അതിനാൽ അയാൾ തൻ്റെ പണം മുഴുവൻ കൈമാറി. ദ മാൻ നോട്ടീസ്ഡ്. നോട്ടീസ് ശ്രദ്ധിക്കുക. ദ മാൻ നോട്ടീസ്ഡ്. ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. ദാറ്റ് ദ വുമൺ റിയലി ഫെൽറ്റ് സാഡ്. ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക. അതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്, തോന്നി. ദ വുമൺ റിയലി ഫെൽറ്റ് സാഡ്. ആ സ്ത്രീക്ക് ശരിക്കും സങ്കടം തോന്നി. ദ മാൻ നോട്ടീസ് ദാറ്റ് ദ വുമൺ റിയലി ഫെൽറ്റ് സാഡ്. ആ സ്ത്രീക്ക് ശരിക്കും സങ്കടം തോന്നിയത് ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. സോ ഹി ഹാൻഡഡ് ഓൾ ഹിസ് മണി. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഏൽപ്പിക്കുക, കൊടുക്കുക, ഈ അർത്ഥത്തിലൊക്കെ ഹാൻഡ് യൂസ് ചെയ്യാറുണ്ട്. ഹി ഹാൻഡഡ് ഓൾ ഹിസ് മണി. അദ്ദേഹം തൻ്റെ പണം മുഴുവൻ കൊടുത്തു അല്ലെങ്കിൽ പണം മുഴുവൻ കൈമാറി. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ വുമൺ വാസ് എ സിംഗിൾ മദർ. ആ സ്ത്രീ സിംഗിൾ മദർ ആണെന്ന് അയാൾ മനസ്സിലാക്കി. ദ വുമൺ ലെഫ്റ്റ് ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്. ആ സ്ത്രീ പോയി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസുകാരൻ ആ മനുഷ്യനെ പിടിച്ചു. ദ വുമൺ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലീവിൻ്റെ പാസ്റ്റാണ്. ലീവ് എന്ന് പറഞ്ഞാൽ അവധി എന്ന് മാത്രമല്ല, ഉപേക്ഷിക്കുക, പോവുക, ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ വുമൺ ലെഫ്റ്റ്. ആ സ്ത്രീ പോയി. ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ. ഹെൽഡ് എന്ന് വെച്ചാൽ പിടിച്ചു. ഹോൾഡിൻ്റെ പാസ്റ്റാണ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക അല്ലെങ്കിൽ ബന്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ. പോലീസുകാരൻ ആ മനുഷ്യനെ പിടിച്ചു. എന്തിനു വേണ്ടിയാ? ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്. ഫർദർ എന്ന് വെച്ചാൽ അധികം, കൂടുതൽ, കുറേ കൂടി, ഇതൊക്കെയാണ് അർത്ഥം. ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക. ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്, കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി. ദ വുമൺ ലെഫ്റ്റ് ആൻഡ് ദ പോലീസ്മാൻ ഹെൽഡ് ദ മാൻ ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ്. ദ വുമൺ വാസ് വെരി ഹാപ്പി ബട്ട് വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ ഇറ്റ് വാസ് ഡബിൾഡ്. സ്ത്രീ വളരെ സന്തോഷവതിയായിരുന്നു. എന്നാൽ പിന്നീട് അവളുടെ പണം എണ്ണിയപ്പോൾ അത് ഇരട്ടിയായിരുന്നു. ദ വുമൺ വാസ് വെരി ഹാപ്പി. ആ സ്ത്രീ വളരെ സന്തോഷവതിയായിരുന്നു. ബട്ട് വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ. കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണുക. ലേറ്റർ പിന്നീട്. വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ. പിന്നീട് അവളുടെ പണം എണ്ണിയപ്പോൾ ഇറ്റ് വാസ് ഡബിൾഡ്. അത് ഇരട്ടിയായിരുന്നു. ദ വുമൺ വാസ് വെരി ഹാപ്പി ബട്ട് വെൻ ഷീ കൗണ്ടഡ് ഹെർ മണി ലേറ്റർ ഇറ്റ് വാസ് ഡബിൾഡ്. ഷി വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. ഷോക്ക് ഞെട്ടുക. ഷി വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. വൺ ഡേ വൈൽ ദ വുമൺ വാസ് ഗോയിങ് ടു പേ ഹർ സൺസ് സ്കൂൾ ഫീസ് അറ്റ് ദ സ്കൂൾ ഷീ നോട്ടീസ് ദാറ്റ് എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹർ. ഒരു ദിവസം ആ സ്ത്രീ തൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ സ്കൂളിൽ പോകുമ്പോൾ മെലിഞ്ഞ ഒരു മനുഷ്യൻ തൻ്റെ പുറകിൽ നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. വൺ ഡേ, ഒരു ദിവസം. വൈൽ ദ വുമൺ വാസ് ഗോയിങ്. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. വൈൽ ദ വുമൺ വാസ് ഗോയിങ്. ആ സ്ത്രീ പോകുമ്പോൾ. എന്തിനാ പോകുന്നത്? ടു പേ ഹർ സൺസ് സ്കൂൾ ഫീസ്. തൻ്റെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ. അറ്റ് ദ സ്കൂൾ, സ്കൂളിൽ. ഷീ നോട്ടീസ് ദാറ്റ്. നോട്ടീസ് ശ്രദ്ധിക്കുക. ഷീ നോട്ടീസ് ദാറ്റ്. അവൾ അത് ശ്രദ്ധിച്ചു. എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ. സ്കിന്നി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ അല്ലെങ്കിൽ ശോഷിച്ച. വാക്ക് നടക്കുക. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ. എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ. ഒരു മെലിഞ്ഞ മനുഷ്യൻ അവളുടെ പുറകിൽ നടക്കുന്നു. വൺ ഡേ വൈൽ ദ വുമൺ വാസ് ഗോയിങ് ടു പേ ഹർ സൺസ് സ്കൂൾ ഫീസ് അറ്റ് ദ സ്കൂൾ ഷീ നോട്ടീസ് ദാറ്റ് എ സ്കിന്നി മാൻ വാസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ. ഷീ തോട്ട് ദാറ്റ് ഹി മേ റോബ് ഹെർ.
സോ ഷീ അപ്രോച്ച്ഡ് എ പോലീസ്മാൻ സ്റ്റാൻഡിംഗ് നിയർ ബൈ. അയാൾ തന്നെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ കരുതി. അവൾ അടുത്ത് നിന്നിരുന്ന ഒരു പോലീസുകാരനെ സമീപിച്ചു. ഷീ തോട്ട് ദാറ്റ് ഹി മേ റോബ് ഹെർ. തോട്ട് ചിന്തിച്ചു. തിങ്കിൻ്റെ പാസ്റ്റ്, തിങ്ക് ചിന്തിക്കുക. ഷീ തോട്ട് ദാറ്റ് അവളത് ചിന്തിച്ചു. ഹി മേ റോബ് ഹെർ. റോബ് എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക, മോഷ്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സാധ്യതയാണ് പറയുന്നത്, അതുകൊണ്ടാണ് മേ വെച്ചിട്ടുള്ളത്. ഷീ തോട്ട് ദാറ്റ് ഹി മേ റോബ് ഹെർ. അവൻ തന്നെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ കരുതി. സോ ഷീ അപ്രോച്ച്ഡ് എ പോലീസ്മാൻ സ്റ്റാൻഡിംഗ് നിയർ ബൈ. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപിക്കുക അല്ലെങ്കിൽ അടുത്ത് ചെല്ലുക. നിയർ ബൈ സമീപം അല്ലെങ്കിൽ അടുത്ത്. സോ ഷീ അപ്രോച്ച്ഡ് എ പോലീസ്മാൻ സ്റ്റാൻഡിംഗ് നിയർ ബൈ. അതുകൊണ്ട് അവൾ അടുത്ത് നിന്നിരുന്ന ഒരു പോലീസുകാരനെ സമീപിച്ചു. ഹി വാസ് ദ സെയിം പോലീസ്മാൻ ഹും ഷീ ടുക്ക് അലോങ് ടു ഇൻക്വയർ അബൌട്ട് ഹെർ പേഴ്സ്. അവളുടെ പേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ അവൾ കൂട്ടിക്കൊണ്ടുപോയ അതേ പോലീസുകാരനായിരുന്നു അയാൾ. ഹി വാസ് ദ സെയിം പോലീസ്മാൻ. അയാൾ അതേ പോലീസുകാരനായിരുന്നു. ഹും ഷീ ടുക്ക് അലോങ്. ഹും എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ ആരെയോ അവൻ. ടുക്ക് അലോങ് എന്ന് വെച്ചാൽ കൂടെ കൊണ്ടുപോയി. ഹും ഷീ ടുക്ക് അലോങ്. ആരെയാണോ അവൾ കൂടെ കൊണ്ടുപോയത് അയാൾ. ടു ഇൻക്വയർ അബൌട്ട് ഹെർ പേഴ്സ്. ഇൻക്വയർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ വിവരം തേടുക. അബൌട്ട് കുറിച്ച്. ടു ഇൻക്വയർ അബൌട്ട് ഹെർ പേഴ്സ്. അവളുടെ പേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ. ഹി വാസ് ദ സെയിം പോലീസ്മാൻ whom she took along to inquire about her purse. The woman told him about the man following her, but suddenly they saw that man collapsing. തന്നെ പിന്തുടരുന്ന മനുഷ്യനെക്കുറിച്ച് ആ സ്ത്രീ അയാളോട് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത് അവർ കണ്ടു. The woman told him. Told പറഞ്ഞു. The woman told him. ആ സ്ത്രീ അവനോട് പറഞ്ഞു. About the man following her. About കുറിച്ച്. Follow എന്ന് പറഞ്ഞാൽ പിന്തുടരുക. About the man following her. അവളെ പിന്തുടരുന്ന മനുഷ്യനെക്കുറിച്ച്. But suddenly they saw that man collapsing. Suddenly പെട്ടെന്ന്. So കണ്ടു. കൊളാപ്സ് എന്ന് വെച്ചാൽ തകർന്നു വീഴുക, ബോധം കെടുക, ശക്തിക്ഷയം. ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് സഡൻലി ദേ സോ ദാറ്റ് മാൻ കൊളാപ്സിങ്. പക്ഷെ പെട്ടെന്ന് ആ മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത് അവർ കണ്ടു. ദ വുമൻ ടോൾഡ് ഹിം അബൌട്ട് ദ മാൻ ഫോളോയിങ് ഹെർ. ബട്ട് സഡൻലി ദേ സോ ദാറ്റ് മാൻ കൊളാപ്സിങ്. ദേ റാൻ അറ്റ് ഹിം ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ദ സെയിം മാൻ whom they arrested a few days ago for stealing a purse. അവർ അയാളുടെ അടുത്തേക്ക് ഓടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പേഴ്സ് മോഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്ത അതേ ആളാണ് അയാളെന്ന് അവർ മനസ്സിലാക്കി. ദേ റാൻ അറ്റ് ഹിം. റാൻ ഓടി. ദേ റാൻ അറ്റ് ഹിം. അവർ അയാളുടെ അടുത്തേക്ക് ഓടി. ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. അത് മനസ്സിലാക്കുകയും ചെയ്തു. ഹി വാസ് ദ സെയിം മാൻ. അയാൾ അതേ മനുഷ്യനായിരുന്നു. whom they arrested. ആരെയാണോ അവർ അറസ്റ്റ് ചെയ്തത് അയാൾ. a few days ago. എക്കോ മുമ്പ്. a few days ago. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഫോർ സ്റ്റീലിംഗ് എ പേഴ്സ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. ഫോർ സ്റ്റീലിംഗ് എ പേഴ്സ്. ഒരു പേഴ്സ് മോഷ്ടിച്ചതിന്. ദേ റാൻ അറ്റ് ഹിം ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ദ സെയിം മാൻ ഹൂം ദേ അറസ്റ്റഡ് എ ഫ്യൂ ഡേയ്സ് എഗോ ഫോർ സ്റ്റീലിംഗ് എ പേഴ്സ്. ഹി വാസ് വെരി വീക്ക് ആൻഡ് ദ വുമൺ വാസ് കൺഫ്യൂസ്ഡ്. അയാൾ വളരെ ക്ഷീണിച്ചിരുന്നു. ആ സ്ത്രീ ആശയക്കുഴപ്പത്തിലായി. ഹി വാസ് വെരി വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച, തളർന്ന, ദുർബലമായ, ഇതൊക്കെയാണ് അർത്ഥം. ഹി വാസ് വെരി വീക്ക്. അയാൾ വളരെ ക്ഷീണിച്ചിരുന്നു. ആൻഡ് ദ വുമൺ വാസ് കൺഫ്യൂസ്ഡ്. ആ സ്ത്രീ ആശയക്കുഴപ്പത്തിലായി. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൺ, ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. ഹി ഗേവ് യു ഹിസ് മണി ദാറ്റ് ഡേ. പോലീസുകാരൻ ആ സ്ത്രീയോട് പറഞ്ഞു, അയാൾ നിങ്ങളുടെ പണം തിരികെ നൽകിയില്ല. അന്ന് അവൻ നിങ്ങൾക്ക് അവൻ്റെ പണം തന്നു. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൺ. സെഡ് പറഞ്ഞു. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൺ. പോലീസുകാരൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ തിരികെ കൊടുക്കുക. ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. അയാൾ നിങ്ങളുടെ പണം തിരികെ തന്നില്ല. ഹി ഗേവ് യു ഹിസ് മണി. അയാൾ അയാളുടെ പണം തന്നു. ദാറ്റ് ഡേ. അന്ന് അല്ലെങ്കിൽ ആ ദിവസം. ദ പോലീസ്മാൻ സെഡ് ടു ദ വുമൺ, ഹി ഡിഡ്ന്റ് റിട്ടേൺ യുവർ മണി. ഹി ഗേവ് യു ഹിസ് മണി ദാറ്റ് ഡേ. ഹി വാസ് ഇൻ ദ തീഫ്. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ് ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ഗേവ് യു ഹിസ് മണി. അവൻ കള്ളനായിരുന്നില്ല. നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസിൻ്റെ കാര്യം കേട്ട് സങ്കടം തോന്നി അവൻ അവൻ്റെ പണം നിങ്ങൾക്ക് തന്നു. ഹി വാസ് ഇൻ ദ തീഫ്. തീഫ് കള്ളൻ. ഹി വാസ് ഇൻ ദ തീഫ്. അയാൾ കള്ളനായിരുന്നില്ല. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ്. ഹിയർ കേൾക്കുക, അബൌട്ട് കുറിച്ച്. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ്. പക്ഷെ നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസിനെ കുറിച്ച് കേട്ട് ഹി ഫെൽറ്റ് സാഡ്. ഫെൽറ്റ് തോന്നി. ഹി ഫെൽറ്റ് സാഡ്. അയാൾക്ക് സങ്കടം തോന്നി. ആൻഡ് ഗേവ് യു ഹിസ് മണി. അവൻ്റെ പണം നിങ്ങൾക്ക് തന്നു. ഹി വാസ് ഇൻ ദ തീഫ്. ബട്ട് ഹിയറിംഗ് അബൌട്ട് യുവർ സൺസ് സ്കൂൾ ഫീസ് ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ഗേവ് യു ഹിസ് മണി. ലേറ്റർ ദേ ഹെൽപ് ദ മാൻ സ്റ്റാൻഡ് അപ്പ്. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൺ, പ്ലീസ് ഗോ ആൻഡ് പേ യുവർ സൺസ് സ്കൂൾ ഫീസ്. പിന്നീട് അവർ ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ആ മനുഷ്യൻ സ്ത്രീയോട് പറഞ്ഞു,
ദയവായി പോയി നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കൂ. ലേറ്റർ, പിന്നീട്. ദേ ഹെൽപ് ദ മാൻ സ്റ്റാൻഡ് അപ്പ്. അവർ ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ. ടോൾഡ് പറഞ്ഞു. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ. ആ മനുഷ്യൻ സ്ത്രീയോട് പറഞ്ഞു. പ്ലീസ് ഗോ ആൻഡ് പേ യുവർ സൺസ് സ്കൂൾ ഫീസ്. ദയവായി പോയി നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കൂ. ലേറ്റർ ദേ ഹെൽപ് ദ മാൻ സ്റ്റാൻഡ് അപ്പ്. ആൻഡ് ദ മാൻ ടോൾഡ് ദ വുമൻ പ്ലീസ് ഗോ ആൻഡ് പേ യുവർ സൺസ് സ്കൂൾ ഫീസ്. ഐ ഫോളോഡ് യു ടു ബി ഷുവർ ദാറ്റ് നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് ആരും മോഷ്ടിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഞാൻ നിങ്ങളെ പിന്തുടർന്നത്. ഐ ഫോളോഡ് യു. ഫോളോ, പിന്തുടരുക. ഞാൻ നിങ്ങളെ പിന്തുടർന്നു. ടു ബി ഷുവർ ദാറ്റ്, എന്ന് ഉറപ്പാക്കാൻ. നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. നോ വൺ, ആരും. സ്റ്റീൽ, മോഷ്ടിക്കുക. ടു ബി ഷുവർ ദാറ്റ് നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് ആരും മോഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ. ഐ ഫോളോഡ് യു ടു ബി ഷുവർ ദാറ്റ് നോ വൺ സ്റ്റീൽസ് യുവർ സൺസ് സ്കൂൾ ഫീസ്. ദ വുമൺ വാസ് സ്പീച്ച്ലെസ്. ആ സ്ത്രീക്ക് ഒന്നും പറയാനില്ലായിരുന്നു. സ്പീച്ച്ലെസ് എന്ന് പറഞ്ഞാൽ മിണ്ടാട്ടമില്ലാത്ത. ദ വുമൺ വാസ് സ്പീച്ച്ലെസ്. ഇനി നമ്മൾ ഈ സ്റ്റോറിയുടെ മോറൽ, അതായത് ഗുണപാഠമാണ് പറയാൻ പോകുന്നത്. ലൈഫ് ഗിവ്സ് യു സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്. സംടൈംസ് ഇറ്റ് ഷോക്സ് യു ആൻഡ് സംടൈംസ് ഇറ്റ് മേ സർപ്രൈസ് യു. ജീവിതം നിങ്ങൾക്ക് വിചിത്രമായ അനുഭവങ്ങൾ നൽകുന്നു. ചിലപ്പോൾ അത് നിങ്ങളെ ഞെട്ടിക്കും, ചിലപ്പോൾ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ലൈഫ് ഗിവ്സ് യു സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായ അല്ലെങ്കിൽ അസാധാരണമായ. എക്സ്പീരിയൻസ്, അനുഭവം. ലൈഫ് ഗിവ്സ് യു സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്. ജീവിതം നിങ്ങൾക്ക് വിചിത്രമായ അനുഭവങ്ങൾ നൽകുന്നു. സംടൈംസ് ഇറ്റ് ഷോക്സ് യു. സംടൈംസ്, ചിലപ്പോൾ. ഷോക്ക്, ഞെട്ടുക. സംടൈംസ് ഇറ്റ് ഷോക്സ് യു. ചിലപ്പോൾ അത് നിങ്ങളെ ഞെട്ടിക്കും. ആൻഡ് സംടൈംസ് ഇറ്റ് മേ സർപ്രൈസ് യു. സർപ്രൈസ്, അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. സംടൈംസ് ഇറ്റ് മേ സർപ്രൈസ് യു. ചിലപ്പോൾ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇൻ അവർ റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്. നമ്മുടെ ദേഷ്യത്തിലും നിരാശയിലും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. റേജ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, രോഷം, ഇതൊക്കെയാണ് അർത്ഥം. ഫ്രസ്ട്രേഷൻ, നിരാശ. ഇൻ അവർ റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ, നമ്മുടെ ദേഷ്യത്തിലും നിരാശയിലും. വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്. ഇൻകറക്റ്റ്, തെറ്റായ. ഡിസിഷൻ, തീരുമാനം. വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്, നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇൻ അവർ റേജ് ആൻഡ് ഫ്രസ്ട്രേഷൻ വി മേക്ക് ഇൻകറക്റ്റ് ഡിസിഷൻസ്. ഹൗവെവർ, വെൻ യു ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. എന്നാലും നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക. ഹൗവെവർ, എന്നാലും. വെൻ യു ഗെറ്റ് എ സെക്കൻഡ് ചാൻസ്, നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ. കറക്റ്റ് യുവർ മിസ്റ്റേക്സ്, നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക. ലേൺ ടു അപ്രീഷിയേറ്റ് വാട്ട് യു ആർ ഗിവൺ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ വിലമതിക്കാൻ പഠിക്കുക. ലേൺ, പഠിക്കുക. അപ്രീഷിയേറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. വിലമതിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ്, വിലമതിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കാൻ പഠിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ് വാട്ട് യു ആർ ഗിവൺ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ വിലമതിക്കാൻ പഠിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സ്റ്റോറീസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.